സ്നേഹമുള്ളവരെ, നമ്മൾ നമ്മുടെ ദേവാലയത്തിലായിരിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, പെട്ടെന്ന് നമ്മുടെ സമൂഹത്തിൽ അത്ര നല്ല രീതിയിൽ ജീവിതം നയിക്കാത്ത ആരെങ്കിലുമൊക്കെ കടന്നു വരുമ്പോൾ, പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു വരുമ്പോൾ, ചിലപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാകും, അവൻ അല്ലെങ്കിൽ അവൾക്ക് ഇവിടെ എന്ത് കാര്യം? പ്രാർത്ഥിക്കുവാനായിട്ട് അവൾക്ക് അല്ലെങ്കിൽ അവന് അർഹതയുണ്ടോ? നമ്മൾ മനുഷ്യരാണ്. സാധാരണ ഇങ്ങനെയുള്ള ചിന്തകൾ നമുക്കുണ്ടാകും. പക്ഷേ നമ്മുടെ ഈ ചിന്തകൾ മറ്റുള്ളവരെ വിധിക്കുവാനായിട്ട് അവരുടെ ചുറ്റുവട്ടത്തിൽ തിരിയുമ്പോൾ ദൈവത്തിലേക്കുള്ള നമ്മുടെ ദൃഷ്ടി, പ്രാർത്ഥന അവിടെ അതിന് ഭംഗം വരികയാണ്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. ഫരിസേയൻ പ്രാർത്ഥിക്കുവാനായിട്ട് ദേവാലയത്തിൽ ചെല്ലുന്നു, ദൈവത്തിന് നന്ദി പറയുന്നു. അത് ശരിയായ ഒരു തുടക്കമായിരുന്നു. പക്ഷേ അതിനുശേഷം അയാൾ മറ്റുള്ളവരുമായിട്ട് താരതമ്യപ്പെടുത്തുകയാണ്. ഞാൻ നന്ദി പറയുന്നു, മറ്റുള്ള മനുഷ്യരെ പോലെ, കള്ളന്മാരെ പോലെയോ, പാപികളെ പോലെയോ, വ്യഭിചാരികളെ പോലെയോ, അല്ലെങ്കിൽ ആ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയുമല്ല. അവിടെ അയാൾക്ക് തെറ്റുപറ്റുകയാണ്. അയാൾ ഒരു ചുങ്കക്കാരനുമായിട്ടാണ് തന്നെ താരതമ്യപ്പെടുത്തുന്നത്. താരതമ്യം ചെയ്യേണ്ടത് ഒരേ തട്ടിലുള്ളവർ തമ്മിൽ. ഇവിടെ ആകട്ടെ അയാൾ ചുങ്കക്കാരനുമായിട്ട്, ഒരു പാപിയുമായിട്ടാണ് താരതമ്യപ്പെടുന്നത്. അവിടെയും അയാൾക്ക് തെറ്റുപറ്റുകയാണ്. മാത്രവുമല്ല, അയാളുടെ പ്രാർത്ഥന അയാളെ ചുറ്റിപ്പറ്റിയുള്ളത്, അയാൾക്ക് ലഭിച്ച നന്മകൾ, അയാൾ ചെയ്ത കാര്യങ്ങൾ, ദൈവത്തെയോ സ്നേഹത്തെയോ കരുണയെയോ ഒന്നും അയാൾ ഓർക്കുന്നില്ല. അയാളുടെ പ്രാർത്ഥനകൾ അയാൾ ചെയ്ത കാര്യങ്ങളുടെ കണക്കിൻ്റെ കളികളാണ്. പ്രാർത്ഥന എന്നുള്ളത് ഒരു മത്സരമൊന്നുമല്ല. യഥാർത്ഥ പ്രാർത്ഥന എന്നുള്ളത് നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ്. അത് ദൈവവുമായിട്ട് നമ്മളെ കൂടുതൽ ബന്ധിപ്പിക്കുന്ന ഒന്നാണ്. അവിടെ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യുന്നതിന് യാതൊരു അർത്ഥവുമില്ല. ഫരിസേയൻ തനിക്ക് ലഭിച്ച നന്മകളെപ്പറ്റി നന്ദിയുള്ളവനാണ്. പക്ഷേ അയാളുടെ നന്ദി ശരിയായ രീതിയിലല്ല അയാൾ പ്രകടിപ്പിക്കുന്നത്. അയാൾക്ക് ലഭിച്ച നന്മകളെപ്പറ്റി അയാൾ സന്തോഷിക്കുകയല്ല, ദൈവത്തിന് നന്ദി പറയുകയല്ല, മറിച്ച് മറ്റുള്ളവരെക്കാളും അയാൾ മെച്ചമാണെന്ന് കാണിക്കുകയാണ്. ദേവാലയത്തിൽ അയാൾ മുന്നിലാണ് സ്ഥാനം പിടിക്കുന്നതെങ്കിലും അതുകൊണ്ട് തന്നെ അയാൾ ദൈവത്തിൽ നിന്നും മനുഷ്യരിൽ നിന്നും ഒത്തിരി അകന്നാണ് നിൽക്കുന്നത്. പുറകെ നിൽക്കുന്ന ചുങ്കക്കാരൻ, അയാളുടെ ഹൃദയം ഭാരം കൊണ്ട്, ജീവിതത്തിൻ്റെ ദുഃഖങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. അയാളുടെ ജീവിതം പോലെ തന്നെ. കാരണം റോമാക്കാർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ആ ഒരു കാരണം കൊണ്ട് അയാൾ ആ സമൂഹത്തിൽ അത്ര സ്വീകാര്യനായിരുന്നില്ല. പലരും ഇങ്ങനെയുള്ള ചുങ്കക്കാരെ സ്വന്തം ജനതയെ ചതിക്കുന്ന ആളുകളായിട്ടാണ് കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അയാളുടെ ജീവിതം സങ്കടം നിറഞ്ഞതായിരുന്നിരിക്കണം. അതിനാൽ തന്നെ അയാൾക്ക് ശിരസ്സുയർത്തി പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. അയാൾ തലകുനിച്ച് പ്രാർത്ഥിക്കുക, ദൈവമേ പാപിയായ എന്നിൽ കനിയണമേ. കൂടുതലൊന്നും അയാൾ പ്രാർത്ഥിക്കുന്നില്ല. പക്ഷേ ഈ എളിയ പക്ഷെ ഹൃദയത്തിൽ നിന്നുള്ള യഥാർത്ഥ പ്രാർത്ഥന അത് സ്വർഗത്തിലേക്ക് ഉയരുകയാണ്. ദൈവം നമ്മെ നോക്കുന്നത് നമ്മുടെ ഹൃദയത്തെ നോക്കിയിട്ടാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അതിൻ്റെ മേല് നോക്കിയിട്ടല്ല. സ്നേഹമുള്ളവരെ, നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥനയിൽ നന്ദിയുള്ളവരാണ് നമ്മൾ? അതോ തെറ്റായിട്ടുള്ള അഭിമാനവും കൊണ്ട് നടക്കുന്നവരാണ് നമ്മൾ? മറ്റുള്ളവരുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തുന്നുണ്ടോ? അതോ ദൈവത്തെയാണോ നമ്മൾ കാണുന്നത്? പ്രാർത്ഥിക്കുന്നത് മറ്റാർക്കും എതിരായിട്ടല്ല, മറ്റുള്ളവർക്ക് മുകളിലാകുവാനുമായിട്ടല്ല. അത് ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ നമ്മൾ ശക്തിപ്പെടുത്തുന്ന ഒരു അവസരമാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവരോടൊപ്പമാണ് പ്രാർത്ഥിക്കുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടി കൂടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് വഴി നമ്മുടെ വിശ്വാസത്തിൽ നമുക്ക് ശക്തിപ്പെടുവാൻ സാധിക്കും. ഒപ്പം മറ്റുള്ളവരുടെ ജീവിതത്തെ ശക്തിപ്പെടുത്തുവാനും നമുക്ക് സാധിക്കണം. സ്നേഹമുള്ളവരെ, ഹൃദയങ്ങൾ കാണുന്ന ദൈവം നമ്മുടെ നന്മയിൽ സന്തോഷിക്കട്ടെ. നമ്മുടെ ഹൃദയങ്ങൾ
ദൈവത്തിന് നന്ദിപൂർവ്വം തുറന്നു വയ്ക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ ദൈവത്തിൽ പൂർണ്ണമായിട്ട് മനസ്സ് അർപ്പിച്ചവർക്ക് പ്രാർത്ഥനയിൽ ശക്തരായിട്ട് തിരികെ പോകുവാൻ സാധിക്കും. ചുങ്കക്കാരനെ പോലെ. ആ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.